മഴ കനത്താൽ കണ്ണമാലി നിവാസികൾക്ക് വലിയ ദുരിതമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ മഴക്കാലത്തും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. റോഡിലേക്കും വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. പിന്നാലെ കടൽഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ ഇന്നും അവിടെ പ്രതിഷേധമുണ്ടായി. സർക്കാർ നിസ്സംഗതയ്ക്കെതിരെ ജലവിഭവ മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും അതിനിടയിൽ കണ്ടു. കണ്ടമാലിയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇന്നത്തെ പ്രതികരണം. ചെല്ലാനത്തെ ടെട്രോപോഡ് മാതൃക ഇടതു സർക്കാരിന്റെ നേട്ടമായി കണക്കാക്കാം. പക്ഷേ എന്തുകൊണ്ടത് ചെല്ലാനത്ത് മാത്രമായി ഒതുങ്ങുന്നു? കണ്ണമാലിയിലും മനാശ്ശേരിയിലുമൊക്കെയുള്ള ജനങ്ങളുടെ ദുരിതം ആരാണ് കാണുക? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ദുരിതമനുഭവിക്കുന്നതാകട്ടെ കേരളത്തിന്റെ സ്വന്തം സൈന്യവും. കണ്ണമാലിയിൽ ഈ വർഷം കടലുകയറ്റത്തിൽ തകർന്നത് 9 വീടുകൾ. കേടുപാടുകൾ സംഭവിച്ചത് 100-ലധികം വീടുകൾക്ക്. ഇവർ ഇനി ആരോടാണ് ദുരിതം വിവരിക്കേണ്ടത്? ചെല്ലാനം തീരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ സീസണിൽ ഇവിടെ നിരത്തിയ ജിയോ ബാഗുകളാണ്. മണ്ണ് നിറച്ച് ജിയോ ബാഗുകൾ തീരത്ത് തടയണ സൃഷ്ടിച്ചാൽ അതൊരു പരിഹാരമേ ആവുന്നില്ല. ഇവിടെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്താലും ഇത് താൽക്കാലികമായിട്ട് നിലനിൽക്കുള്ളൂ എന്ന് തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ പറയണില്ല ജിയോ ബാഗ് കിട്ടാൻ നമുക്കത് ഏറ്റവും വലിയ സേഫ്റ്റിയാണ്. നല്ല ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിന്റെ അവസ്ഥ എന്താണെന്ന്. കണ്ണമാലിയുടെ പ്രതിഷേധം തീരദേശത്ത് നിന്ന് നഗരത്തിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരിപാടിക്കെത്തിയ ജലവിഭവ വകുപ്പ് മന്ത്രിയെ യൂത്ത് കോൺഗ്രസ് കരികൂടി കാണിച്ചു. എല്ലാം പരിഹരിക്കാമെന്ന് റോഷി അഗസ്റ്റിൻ. അപ്പോഴും എപ്പോൾ പരിഹരിക്കുമെന്നതിൽ മറുപടിയില്ല. ഹോട്ട്സ്പോട്ടുകൾ കേരളത്തിൽ വേറെയുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകളെല്ലാം തന്നെയും ടെട്രോപോഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നയങ്ങളും സമീപനങ്ങളും. അപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ആ ജോലി ചെയ്യാൻ 7.5 കിലോമീറ്റർ തീർത്തത് LDF ഗവൺമെൻറ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. അതിനെ കാണിച്ച ആ ജാഗ്രത അവിടുത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം വൈദികർ കണ്ണമാലിയിലെ പ്രതിസന്ധികൾ ഉയർത്തി ഉപവാസം നടത്തിയിരുന്നു. ഹൈക്കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട്. അടുത്ത ദിവസം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശവാസികൾ. ചെല്ലാനം മാതൃകയിൽ ടെട്രോപോഡൊന്നും തീർക്കാൻ പറ്റില്ലെങ്കിൽ പ്രാഥമികമായ പ്രതിരോധ നടപടികളെങ്കിലും ചെയ്യണം. ജിയോ ബാഗോ അതല്ല എങ്കിൽ വാടകയെങ്കിലും പിടിക്കാനുള്ള ഒരു സൗകര്യം തീരദേശവാസികൾക്ക് ജില്ലാ ഭരണകൂടം ചെയ്തു നൽകണം. അതല്ല എങ്കിൽ ഈ ദുരിതം തുടരുക തന്നെ ചെയ്യും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.